ഒരു സാധാരണ ഗ്രാമത്തിലെ തരക്കേടില്ലാത്ത ഒരു കുടുംബത്തിൽ ജീവിക്കുകയായിരുന്നു നമ്മുടെ കഥാനായകൻ എമിമാർ ഡി. അന്നൊരു അവധിയായിരുന്നു. പതിവ് പോലെ കൂട്ടുകാരെല്ലാം ഒത്തുകൂടി അടുത്തുള്ള ഗ്രൗണ്ടിൽ കളിക്കാൻ പോയിരുന്നു. തെളിഞ്ഞ ആകാശത്തിന് കീഴെ കൂട്ടുകാരുമായി അവൻ ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ഒരു മിന്നലും ഇടിയും വന്നു. 5 നിമിഷത്തേക്ക് എല്ലാം ഇരുട്ടിലായി. കണ്ണു തുറന്നു നോക്കിയപ്പോൾ കൂട്ടുകാരെല്ലാം ഭയന്ന് ഓടിമറഞ്ഞിരുന്നു. എമിമാർ വീട്ടിലേക്ക് ഓടി. വഴിയിൽ നിർത്തിയിട്ടിരുന്ന കാറുകൾ യാതൊരു കാരണവുമില്ലാതെ താനെ സ്റ്റാർട്ടാവുകയും സൈറനുകൾ മുഴക്കുകയും ചെയ്തു. എന്നാൽ എമിമാർ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. പക്ഷെ ഒരു കാര്യം മാത്രം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സാധാരണ ഗ്രൗണ്ടിൽ നിന്ന് വീട്ടിലെത്താൻ 5 മിനിറ്റെങ്കിലും എടുക്കും. അപ്പോഴേക്കും അവൻ നന്നായി കിതയ്ക്കുമായിരുന്നു. എന്നാൽ ഇത്തവണ അവൻ നിന്നത് വീടിന്റെ മുന്നിലായിരുന്നു, ഒട്ടും ക്ഷീണവുമില്ലാതെ. പക്ഷെ ഈ കാര്യങ്ങളൊന്നും അവൻ അപ്പോൾ കാര്യമാക്കിയില്ല. എമിമാർ വീടിനുള്ളിലേക്ക് കടന്ന് നേരെ തന്റെ മുറിയിലേക്ക് പോയി. വാതിലടച്ച് അവൻ കട്ടിലിലേക്ക് ചാടി. പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് വീണു. രാത്രിയായപ്പോൾ അവന്റെ അമ്മ വന്നു വിളിച്ചു. എമിമാർ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. തന്റെ ശരീരത്തിനു ചുറ്റും ഒരു നീല വെളിച്ചം. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ലൈറ്റിന്റെ സ്വിച്ചിട്ടു. മുറിയിൽ പ്രകാശം പരന്നപ്പോൾ നീലവെളിച്ചം അപ്രത്യക്ഷമായി. ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ ആ നീലപ്രകാശം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഈ കാഴ്ച കണ്ട് അവൻ ആശ്ചര്യപ്പെട്ടു. തനിക്ക് എന്തോ അസാധാരണമായ കഴിവ് ലഭിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ ഉടൻ തന്നെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, എനിക്ക് വിശപ്പൊന്നുമില്ല. അമ്മ അവനോട് ദേഷ്യപ്പെട്ടു. നീ കളി കഴിഞ്ഞ് ഓടിക്കിതച്ചു വന്നത് റൂമിൽ കയറി കിടന്നുറങ്ങാനായിരുന്നോ? ഇതുവരെയൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഈയൊരു നേരത്തെ ഭക്ഷണമെങ്കിലും കഴിക്കടാ. നിന്റെ അപ്പൻ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുവരുന്നതല്ലേടാ. എല്ലാ ദിവസവും കളയല്ലേ പതിവ്. അമ്മയുടെ വാക്കുകൾ അനുസരിച്ച് ഒരു നല്ല കുട്ടിയെപ്പോലെ അവൻ ഭക്ഷണം കഴിച്ചു. അടുത്ത 2-3 ദിവസങ്ങൾ പതിവ് പോലെ കടന്നുപോയി. അവൻ സ്കൂളിൽ പോയപ്പോൾ കൂട്ടുകാർ അവനെ കളിയാക്കി തുടങ്ങി. എന്താടാ, നിന്റെ അമ്മ പറഞ്ഞല്ലോ ഒരു ഇടിയും മിന്നലും വന്നപ്പോൾ നീ പേടിച്ച് പനി പിടിച്ചു പോയെന്ന്. ഒരു കൂട്ടുകാരൻ ചോദിച്ചു. ഞങ്ങൾ കരുതി നീ ചാരമായി പോയെന്ന് മറ്റൊരു കൂട്ടുകാരൻ കളിയാക്കി. എന്നാൽ അവരുടെ കളിയാക്കലുകളും ഒറ്റപ്പെടുത്തലുകളും ഒന്നും അവനെ ഒരു തരത്തിലും ബാധിച്ചില്ല. ക്ലാസ് റൂമിലിരിക്കുമ്പോൾ ചുറ്റുമുള്ള സഹപാഠികൾ ബഹളം വയ്ക്കുകയായിരുന്നു. കൂട്ടുകാർ തമാശകൾ പറഞ്ഞും ചിരിച്ചും ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ക്ലാസ് ടീച്ചർ അകത്തേക്ക് വന്നത്. എല്ലാവരും നിശബ്ദത പാലിക്കുക, ടീച്ചർ പറഞ്ഞു. നിമിഷങ്ങൾക്കകം ക്ലാസ് മുറിയിൽ പൂർണ്ണ നിശബ്ദതയായി. അപ്പോഴാണ് എമിമാർ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ക്ലാസ് റൂമിലെ ശബ്ദം മാത്രമല്ല, മൈലുകൾക്കപ്പുറം നടക്കുന്ന ചെറിയ ശബ്ദങ്ങൾ പോലും അവന് കേൾക്കാൻ കഴിയുന്നുണ്ട്. വണ്ടികൾ പാസ് ചെയ്യുന്നതും ആളുകളടക്കം പറയുന്നതും അതുപോലെ ദൂരെയുള്ള മറ്റു ശബ്ദങ്ങളും അവന്റെ കുഞ്ഞു കാതുകളിൽ തുളച്ചുകയറുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സ്കൂളിലെ സീനിയർ വിദ്യാർത്ഥികളും പുറത്തുനിന്നുള്ള ഒരു സംഘവും തമ്മിൽ വഴക്കുണ്ടായി. അവർ സ്കൂളിനകത്ത് അതിക്രമിച്ചു കടന്ന് സീനിയർ ടീമുമായി ഏറ്റുമുട്ടി. സീനിയർ ടീമിലെ പല വിദ്യാർത്ഥികളും ഭയന്ന് ഓടിപ്പോവുകയും ചിലർ മർദ്ദനമേറ്റ് നിലത്തു വീഴുകയും ചെയ്തു. ഇത് കണ്ട് എമിമാർ അവിടേക്ക് ഓടിച്ചെന്നു. അടികൊണ്ട് നിലത്ത് വീണ ഒരു സീനിയർ വിദ്യാർത്ഥി അവനെ തടയാൻ ശ്രമിച്ചു. ഡാ, നീ അങ്ങോട്ട് പോകണ്ട. ഞങ്ങൾക്ക് പോലും അവരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നിന്നെ അവർ പന്ത് തട്ടുന്നത് പോലെ ആകാശത്തേക്ക് അടിച്ചുയർത്തും, അയാൾ പറഞ്ഞു. എന്നാൽ എമിമാർ അത് കേട്ടതായി ഭാവിച്ചില്ല. ഒരിക്കൽ അവർ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പന്ത് അടുത്തുള്ള ഒരു കുളത്തിൽ വീണുപോയിരുന്നു. ഗ്രൗണ്ടിന് പുറത്തേക്ക് പന്തടിച്ച ആൾ തന്നെ പന്തെടുക്കണം എന്നായിരുന്നു നിയമം. അന്ന് പന്ത് തട്ടിയത് എമിമാർ ആയിരുന്നു. അവൻ കുളത്തിൽ വീണത് കാരണം പേടിച്ചു നിന്നു. അപ്പോൾ അവനെ സഹായിച്ചത് ഈ അടികൊള്ളുന്ന ചേട്ടനായിരുന്നു. അതുകൊണ്ടാണ് ഒന്നും വകവെക്കാതെ ആ ചേട്ടനെ രക്ഷിക്കാനായി അവൻ പാഞ്ഞെടുത്തത്. തന്നിലുള്ള ശക്തി പൂർണ്ണമായി പുറത്തെടുക്കാതെ തന്നെ അവൻ അവരെ അടിച്ചു നിലംപരിശാക്കി. അടികൊണ്ട് അവർ ജീവനും കൊണ്ടോടി. അന്നുമുതൽ എമിമാർ സ്കൂളിലെ താരമായി. ഒരു ദിവസം രാത്രിയിൽ എമിമാർ ഞെട്ടിയുണർന്നു. ഒരു കുഞ്ഞിന്റെ കരച്ചിലായിരുന്നു അവന്റെ കാതുകളിൽ. എന്താണ് സംഭവിച്ചതെന്നറിയാനുള്ള ആകാംക്ഷയിൽ അവൻ വീട് വിട്ട് കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് പാഞ്ഞു. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അവനിൽ ദേഷ്യമുണർത്തി. കുറച്ച് ഗുണ്ടകൾ ചേർന്ന് ഒരു കുടുംബത്തെ ആക്രമിക്കുന്നു. ഇത് കണ്ട് പേടിച്ച് കരയുന്ന കുഞ്ഞും നിസ്സഹായരായ അയൽവാസികളും അവനെ തിരിച്ചറിയാതിരിക്കാനായി എമിമാർ തന്റെ ബനിയൻ ഊരി തലയിലൂടെ കെട്ടി ഗുണ്ടകളുടെ മുന്നിലേക്ക് ചാടി വീണു. ഇത് കണ്ട ഗുണ്ടകൾ ചിരിച്ചു. ഇത്തിരി പോന്ന നീയാണോടാ ഇവരെ രക്ഷിക്കാൻ വന്നത്? എന്നാൽ നീയും പിടിച്ചോ? ഒരു ഗുണ്ട ഇത് പറഞ്ഞു തീരുന്നതിനു മുമ്പ് തന്നെ എമിമാറിന്റെ കയ്യിൽ നിന്ന് ഒരു നീല വെളിച്ചം പുറത്തേക്ക് വന്ന് അവനെ അടിച്ചു നിലത്തിട്ടു. ആയുധധാരികളായ ഗുണ്ടകൾ ആ കൊച്ചുപയ്യന്റെ നേരെ ഓടിയെടുത്തു. അയൽവാസികൾ നോക്കി നിൽക്കെ എമിമാർ ഗുണ്ടകളെയെല്ലാം അടിച്ചു നിലംപരിശാക്കി. ഗുണ്ടകൾ ജീവനും കൊണ്ട് ഓടി. എമിമാർ ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുത്ത് നേരെ നിർത്തി ഒരു ഉമ്മയും കൊടുത്ത് ഇരുട്ടിലേക്ക് ഓടിമറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. ടൗണിലെ ആളുകളുടെ സംസാര വിഷയം ആ അജ്ഞാതനായ നായകനായിരുന്നു. ഈ ചർച്ചകൾക്കിടയിൽ എമിമാറിന് ഒരു കാര്യം മനസ്സിലായി.
ടൗണിലും പ്രധാന സ്ഥാപനങ്ങളിലും ക്യാമറകൾ വ്യാപകമാണ്. തന്റെ രഹസ്യസ്വത്വം സംരക്ഷിക്കാൻ ഒരു പുതിയ രൂപം ആവശ്യമാണെന്ന് അവൻ തീരുമാനിച്ചു. വീട്ടിലിരുന്ന് അവൻ സൂപ്പർ ഹീറോ സിനിമകൾ കണ്ടു. സൂപ്പർമാൻ, സ്പൈഡർമാൻ, ബാറ്റ്മാൻ തുടങ്ങിയവരുടെ രൂപങ്ങൾ അവനെ പ്രചോദിപ്പിച്ചു. മണിക്കൂറുകളോളം ചിന്തിച്ച ശേഷം സ്വന്തം ശക്തിക്ക് യോജിച്ച ഒരു വേഷം നിർമ്മിക്കാൻ അവൻ തീരുമാനിച്ചു. തന്റെ കൈകളിൽ നിന്നും പുറത്തുവരുന്ന ഊർജത്തിന്റെ നിറം അവന്റെ മനസ്സിലുണ്ടായിരുന്നു. നീലയും വെള്ളയും നിറമുള്ള ഒരു വേഷം അവൻ തയ്ച്ചു. നെഞ്ചിന്റെ ഭാഗത്ത് തന്റെ പേരിന്റെ ആദ്യാക്ഷരമായ വൈ എന്ന് വലിയ അക്ഷരത്തിൽ ആലേഖനം ചെയ്തു. ആ ഡൈയിൽ നിന്ന് ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് മിന്നൽ പിണർ പോലെ വരകൾ നീണ്ടു. തന്റെ പുതിയ ശക്തിയുടെ പ്രതീകമായിരുന്നു ആ വേഷം. അങ്ങനെ എമിമാർ സ്വയം ഒരു പേര് നൽകി, വൈമാൻ. അതേസമയം TV ചാനലുകൾ ഈ അജ്ഞാത നായകനെക്കുറിച്ചുള്ള ചർച്ചകളിൽ മുഴുകിയിരുന്നു. ഒരു കൊച്ചുപയ്യനെ പോലെ തോന്നിക്കുന്ന ഒരാളാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. ആരാണിവൻ? എവിടെ നിന്നാണ് ഇവൻ ഈ ശക്തി കിട്ടിയത്? എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്ക്രീനിൽ മിന്നിമറഞ്ഞു. വൈമാൻ എന്ന പേര് പിന്നീട് പത്രങ്ങളും ചാനലുകളും ഏറ്റെടുത്തു. അങ്ങനെ ടൗണിലെ എല്ലാ ഹൃദയങ്ങളിലും പുതിയൊരു പ്രതീക്ഷയുടെ പ്രതീകമായി വൈമാൻ എന്ന പേര് വളർന്നു. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ശാസ്ത്രജ്ഞന്മാരുടെ തലതൊട്ടപ്പനായ ഡോക്ടർ ഡെൻസിൽ. നൂറുകണക്കിന് പട്ടാളക്കാർ കാവൽ നിൽക്കുന്ന ഒരു രഹസ്യ ലാബിലായിരുന്നു അയാൾ പ്രവർത്തിച്ചിരുന്നത്. മറ്റ് ശാസ്ത്രജ്ഞന്മാരുടെ പേരുവിവരങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും അറിയാമെങ്കിലും ഇയാളെക്കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ലായിരുന്നു. അത്രയും രഹസ്യമായിരുന്നു ഇന്ത്യയുടെ ഈ ചട്ടങ്ങൾ. എന്നിരുന്നാലും ഡോക്ടർ ഡെൻസിലിന്റെ ആഗ്രഹം മറ്റ് ശാസ്ത്രജ്ഞന്മാരെപ്പോലെ ലോകമറിയപ്പെടണം എന്നതായിരുന്നു. തനിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലയിലേക്ക് ഒരു കൊച്ചുബാലൻ പോലും എത്തിച്ചേർന്നിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അയാൾക്ക് അസൂയ തോന്നി. വൈമാന് അമാനുഷിക കഴിവുകളുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവനെ നിരീക്ഷിക്കാൻ ഡോക്ടർ തീരുമാനിച്ചു. അതിനായി തന്റെ പുതിയ ലാബിൽ നിർമ്മിച്ച ഒരു കൂട്ടം യന്ത്രഈച്ചകളെ ആ കൊച്ചു ഗ്രാമത്തിലേക്ക് അയക്കാൻ അയാൾ തീരുമാനിച്ചു. തുടരും അടുത്ത ഭാഗം വരുന്ന ശനിയാഴ്ച. ഈ കഥ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.